2017 ഇറങ്ങിയ തെലുങ്ക് സിനിമയായ മഹാനടിയുടെ ഡയറക്ടർ നാഗശ്വൻ്റെ രണ്ടാമത്തെ സിനിമയാണ് കൽക്കി 2898 AD. 600 കോടിയുടെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ അഭിനയിച്ചിരിക്കുന്നത് പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ തുടങ്ങി മലയാളത്തിൽ നിന്ന് ശോഭന, അന്നാവൻ, പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട്. അതുപോലെ ഡയറക്ടേഴ്സും വരുന്നുണ്ട് ഇതിൽ ക്യാമിയോ റോൾസ്. വലിയ ഡയറക്ടേഴ്സ് ഇതിനകത്ത് ക്യാമിയോ റോൾ ചെറിയ റോളിലൊക്കെ വന്നു പോകുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. വിഷ്വലി ഒക്കെ ഒരു വേറെ ലെവലാണ്. നമ്മളെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അഭിമാനം എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമ എന്ന് തന്നെ പറയാം. നമ്മൾ ബാഹുബലി ഉണ്ടാക്കിയ അതേ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലാതാണ് ഈ സിനിമയ്ക്ക് വന്നതെന്ന് തോന്നുന്നു. തിയേറ്ററാണെങ്കിലും നിറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് ഉറപ്പായിട്ടും ഹൗസ്ഫുൾ ഷോസ് ആയിരിക്കും നടക്കുന്നത്. അതുപോലെ ഹൈപ്പ് കയറുന്നുണ്ട് ഈ സിനിമയ്ക്ക്. ഇതിലെ മഹാഭാരതവും ഹിന്ദു മിത്തോളജിയും അതുപോലെ ഫിക്ഷനൊക്കെ ബേസ് ചെയ്താണ് സിനിമ പോകുന്നതെന്ന് പറയുന്നത്. പ്ലോട്ടെന്ന് പറയുന്നത് ഈ ലോകാവസാനം അതിനെയൊക്കെ ബേസ് ചെയ്താണ്. കൽക്കി എന്നുള്ള പേര് തന്നെ ഈ ലോകാവസാനത്തിൽ വരുന്നയാളെന്നുള്ളതാണ്. കൽക്കി എന്നുള്ള പേര് ഇവിടെയും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഭൈരവ എന്നുള്ളൊരു ക്യാരക്ടറായിട്ടാണ് പ്രഭാസിൻ്റെ റോൾ വരുന്നത്. ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം പ്രഭാസിൻ്റെ ഇതിനു മുന്നേ ഇറങ്ങിയ സിനിമകളെല്ലാം അത്യാവശ്യം വലിയ റെസ്പോൺസൊന്നും ഇല്ലാതായിരുന്നു. പ്രതീക്ഷിച്ച ഒരു വിജയമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് സൂപ്പർ മൂവിയാണ്. പ്രഭാസിൻ്റെ ആ റോൾ ഒരു കോമഡി ഒക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു റോളാണ്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ നായകൻ്റെ ക്യാരക്ടർ അതുപോലത്തേക്ക് ഒരു മൂഡിൽ പോകുന്നൊരു ക്യാരക്ടർ. അതുപോലെ അമിതാഭ് ബച്ചൻ്റെ റോൾ ഈ പ്രായത്തിലും പുള്ളി കാണിക്കുന്നത് ഇതുപോലെ ഒരു നായക തുല്യനായ ഒരു ക്യാരക്ടറാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ഇതാണ്. പിന്നെ ഇതിന് കണ്ടിന്യൂവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, കമൽഹാസൻ്റെ റോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. കാരണം കൂടുതൽ പറയുന്നില്ല, സെക്കൻഡ് പാർട്ടിലേക്ക് അതായത് വരുന്നുള്ളൂ. കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ എടുത്തു പറയേണ്ട അന്നാബിൻ്റെ ക്യാരക്ടർ, അത് ചെറിയ ഇതുള്ളെങ്കിൽ പോലും വളരെ ഇമ്പാക്റ്റ് ആയിരുന്നു. അതുപോലെ ശോഭന മാമിൻ്റെ ആ ഒരു റോളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിലുള്ള എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ പോയിരിക്കുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട നാഗശ്വൻ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു മഹാഭാരതം ഫുള്ളെടുക്കാനുള്ള ഒരു കാലിബറുള്ളൊരു ഡയറക്ടറായിട്ട് തോന്നി. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പല സ്റ്റോറീസ് എല്ലാം പല ടൈമിലുള്ളതെല്ലാം കൂടി ബേസ് ചെയ്ത് എന്താണ് ഈ പ്രഭാസിൻ്റെ റോളുകൾ ചെറുതായിട്ട് ആദ്യത്തെ ഭാഗങ്ങളിൽ കുറച്ച് വെച്ചാണ് കാണിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് പുള്ളിക്ക് കൂടുതലും ചെയ്യാനുള്ളത്. അതുവരെയുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്ത് ഒരു ബേസ് പ്ലോട്ട് ഇട്ട് ചെറിയ അത്രയും ലാഗ് എന്നുള്ള രീതിയിൽ, എന്നാലും ആ ഒരു രീതിയിൽ പോകുന്ന ഒരു സ്ലോ പേസിലാണ് തുടക്കത്തിലെ കാര്യങ്ങളെല്ലാം പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ അങ്ങ് അടിച്ച് കയറുകയാണ്. അതുപോലെ ക്ലൈമാക്സ് ഭാഗത്തുള്ളൊരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സീൻ, ആ സീനൊക്കെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സീനായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പോകാമെന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റും അവിടെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. മഹാഭാരതമായിട്ട് കണക്ട് പോയിരിക്കുന്ന രീതിയും എല്ലാം കൊണ്ടും ഒരു സൂപ്പർ മൂവിയാണ്. VFXും കാര്യങ്ങളും വിഷ്വൽ എഫക്ട്സും സിനിമാറ്റോഗ്രാഫി ഒരു റഷ്യക്കാരനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. പക്ഷേ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ബാഹുലി ചെയ്ത കീരവാണി അല്ലെങ്കിൽ AR റഹ്മാൻ അതുപോലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരുന്നു എന്ന് തോന്നി. പുള്ളിയുടെ സന്തോഷ് നാരായണൻ്റെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ബേസ് ചെയ്ത് അതൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എല്ലാം കൊണ്ടൊരു വമ്പൻ സിനിമയാണ്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കാണാത്തവരൊന്ന് ഇന്നിറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.